ഹായ് ഗൈസ്, ഇതൊക്കെ ഇന്നലെ ഒരു മഡിനെ കിട്ടിയാണ്. അപ്പോൾ ഇന്നത് ചേട്ടൻ അത് വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ അത് അനങ്ങുന്നില്ല, ചത്തോയിന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഇന്ന് കറി വെക്കാൻ ഇങ്ങനെ കാണിച്ചേട്ടാ. ഇങ്ങനെ ഇതാക്കി വെച്ച് കാലൊക്കെ ഇങ്ങനെ ഇതാക്കി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് കാല് കണ്ട. എപ്പോഴും അതെ, ഇതന്നെ ആയിരിക്കും. എപ്പോഴും തന്നെ ആയിരിക്കുള്ളൂ. എപ്പോഴും കിട്ടണത് ഇച്ചിരി കുളഞ്ഞെങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. വാട്ടറാന്ന് ചെറുങ്ങനെ. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മക്കൾക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു മട്ടി പുഴുങ്ങി തിന്നണമെന്ന്, കറി വെച്ച് തിന്നണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ കിടക്കട്ടെ. തിരിച്ചുപിടിച്ച ഇതിപ്പോൾ കൊടുക്കാന്ന് വെച്ചാൽ ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട്. ഇത് ഒരു 2800-3000 രൂപേൻ്റെ അടുത്ത് വരും ഇതിൻ്റെ വില. അപ്പം ഇന്ന് ഏതായാലും 3000 രൂപയെന്ന് കറി വെച്ച് തിന്നാൻ പോകുന്നത് ഞങ്ങൾ. കണ്ട 3000 രൂപ ഇന്നലെ പണിക്ക് പോയിട്ട് കിട്ടിയ മുതലാണത്. ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ഇത് ചത്തുപോയി. വെള്ളത്തിലിട്ട് വെച്ചാണല്ലേ. കാരണം 2 ദിവസം കൊണ്ട് ഇത് ഉറക്കും, ചെറുതായിട്ട് നെങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് 2 ദിവസം കൊണ്ട് ഉറച്ചു പോകും. അത് കാരണം വെള്ളത്തിലിട്ട് വെച്ച മുതലാണത്. ഇന്നലെ രാത്രി പോയിട്ട് കിട്ടിയതാണ്. കാരണം ഇതുവരെയും കുഴപ്പമുണ്ടായില്ല. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ പോയി നോക്കുമ്പോൾ ജീവനില്ല. ജീവൻ വിട പറഞ്ഞു. ഇനി ഇത് ചട്ടിയിലേക്ക് വിട പറയാൻ പോകുന്നു. എന്താ ചട്ടിയിലേക്ക് വിട പറഞ്ഞു. ഇനി ക്ലിയർ ആക്കി കൊടുക്കട്ടെ. ഹായ് ഗൈസ്, അപ്പം 2 കാലും പൊട്ടിക്കാൻ വേണ്ടി പോകുകയെന്ന്. ആ ഫസ്റ്റിൽ പൊളിച്ചത് ഒടിച്ചു വെച്ച കാലമായിരുന്നു. ഓണാക്കുന്നതിന് മുന്നേ ഇത് കണ്ട ഇറച്ചി കണ്ട. ഓ വെറുതെ അല്ല ഇത് 3000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്. സായിപ്പന്മാരൊക്കെ ഇത് എങ്ങനെ തിന്നെന്ന് വെച്ചാൽ 3000 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഈ സാധനം 3000 രൂപ. ഇതങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ എത്ര കാശ് കൊടുക്കുന്നത്. ഇതൊക്കെ അല്ലേ സായിപ്പന്മാർ 2 വടിക്കൊള്ളിയും കുത്തിക്കയറ്റി കയ്യിലിറക്കി പിടിച്ചിങ്ങനെ തിന്നുന്നതല്ല. ഇത് കണ്ട ഇതിൻ്റെ വിരലുകളൊക്കെ അല്ലേ നല്ല കഴമ്പുണ്ട്. കണ്ട നല്ല വണ്ണമുണ്ട്. ഏകദേശം ഇത് ഇവിടെയും വെച്ച് കട്ട് ചെയ്താൽ മതി. ഇവിടെയും വെച്ച് കട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. ഇതൊന്നും കളയേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയൊരു ജീവനുള്ള പോലെ ഉണ്ട് കേട്ടോ. ഈ ചുക്കാക്കാലി ഇങ്ങനെ പിടിക്കുമ്പോഴേ ചെറിയൊരു ബലം പിടിക്കുന്നുണ്ട് ഇതിന്. കാരണം ആയുസ് നേരെ പൊളിച്ച് നോക്കാം നമുക്ക്. ഇതിനുള്ളിൽ കൊടുത്താൽ മതിയായിരുന്നു. കണ്ട എന്താ കഴമ്പ്, എന്താ ഇറച്ചിയല്ല. കണ്ണൊക്കെ ഇറച്ചിയാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പൂവെന്ന് പറയുന്നത്. ഈ സാധനമൊക്കെ നമുക്ക് മാറ്റാം. ഇതേപോലെ വാഷ് ബേസില് അമ്മുറത്തിലിട്ടോ. ഇതിരി നടണ്ടായി. മോളെ കൈമാറ്റി. തൊണ്ട് കളഞ്ഞിട്ട് വൃത്തിയാക്കി അതാ കാണുന്നത്. വേണ്ട എന്താ കഴുമ്പല്ലേ. നല്ല സൈഡൊക്കെ കഴുകി എടുത്തിട്ടാ. ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഉള്ളൊക്കെ കണ്ടില്ലേ. എന്താ ഇറച്ചി നല്ല വെയിറ്റ് ഉണ്ട് സാധനം. അപ്പോൾ നമ്മൾ ഈ സൈഡൊക്കെ തന്നെ നോക്കട്ടെ, വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി. വേണ്ട ഏകദേശമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏതായാലും കട്ട് ചെയ്യാം. കത്രയൊക്കെ കട്ട് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അകത്തുള്ളൊരു കളിയൊക്കെ ഉണ്ട്. അതൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കത്രയൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ട നമ്മുടെ ഞണ്ടിൻ്റെ അകത്തത് ഈ സാധനങ്ങളൊക്കെ ഒന്ന്
ഇതൊന്നും കളയാൻ പാടില്ല. നമ്മളിപ്പോൾ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ അവിടുന്ന് നമ്മൾ നന്നാക്കി വാങ്ങിക്കുമ്പോൾ അത് ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് നന്നാക്കി എടുക്കുമ്പോൾ അതൊക്കെ പോകും. വീട്ടിലെത്തുമ്പോൾ ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഉരുകി അങ്ങോട്ട് പോകും, ഇത് വെള്ളമായി പോകും. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലെത്തുമ്പോഴത്തെ ഒരുപാട് സമയം പിടിക്കും. പിന്നെ ആ സമയത്തെടുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഞണ്ട് പൊളിച്ച ആ സ്പോട്ടിൽ ഞണ്ട് കറി വെച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഒരുവിധം വലിയ ഞണ്ടിൻ്റെയൊക്കെ കാല് ഇത്ര വെട്ടിക്കളയാൻ പാടുള്ളൂ കേട്ടോ. കാരണം അത് ഒക്കെ കഴുമ്പുകൾ നന്നായിട്ട് ഇറച്ചി ഉണ്ടാവും കേട്ടോ. കളയുന്നതിൽ ഇറച്ചി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇത്ര വെട്ടിക്കളയാൻ പാടില്ല. ഇപ്പോൾ കാല് നമ്മൾ ഏകദേശം ഇത്ര വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് എത്ര പീസാണ് ആക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിത് പീസാക്കി കൊടുക്കാം കേട്ടോ. പീസൊക്കെ ആക്കുമ്പോൾ നല്ല കത്രിക തന്നെ ആയിരിക്കണം. ചെറുതായിട്ട് തന്നെ മുറിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ കഴുകി വെച്ചേക്കുന്നത്. കഴുകിയിട്ട് വേണം ഇങ്ങനെയുള്ള മുട്ടയൊക്കെയുള്ള ഞണ്ട് കട്ട് ചെയ്യാൻ. കണ്ടോ, ഇതിൽ മുട്ടയില്ല, മുട്ടയുള്ള ഞണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വശം നമ്മൾ കട്ട് ചെയ്ത് 3 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വശത്ത്. അതേപോലെ മറ്റുള്ളതും ഹായ്. അപ്പോൾ ഞങ്ങളുടെ ഞണ്ട് കറിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 5 അല്ലി, പച്ചമുളക് 4 എണ്ണം, സവാള 1 എണ്ണം എടുത്തിട്ടുള്ളൂ, തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി 2 എണ്ണം വേണ്ട, കാരണം ഞണ്ട് വേകുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇത്തിരി ഒരെണ്ണം കുറച്ചാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ 2 എണ്ണം. പറയുമ്പോൾ മാത്രം എടുക്കാൻ കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി. ഒരു ഇത്തിരി വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തേക്കാം. കാരണം കറി വെക്കുമ്പോൾ വെളുത്തുള്ളിയുടെ കുത്തും മണോ ഇത്തിരി നല്ലൊരു രസമാണ്. അപ്പോൾ വെളുത്തുള്ളി ഒന്നും മെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും കണ്ടമാനം മൊരിയാനും പാടില്ല, ഒരു മീഡിയം സൈസ് മൊരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക്, സവാള ഒരു വിധം വാടിയപ്പോൾ പച്ചമുളക് അങ്ങാട് ഇട്ട് അതിന് തക്കാളി അങ്ങാട് പോയിട്ട് ഇതൊക്കെ ഒന്ന് ഓട്ടഞ്ഞ് അങ്ങോട്ട് വരുന്ന വരെ അവിടെ കിടക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റിയാൽ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അതിൽ
മഞ്ഞപ്പൊടിയുടെ കുത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് വെക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇടാൻ പാടുള്ളൂ. നമുക്കിപ്പം എരിവ് കൂടുതലാണ് ഈ മുളക് പൊടിക്ക്, അപ്പോൾ അതൊരു ഇത്രേ ഇടുന്നുള്ളൂ ഞാൻ. കാരണം നാടൻ പൊടിയാണ്. കണ്ടമാനം എൻ്റെ എരിവ് നോക്കി ഇട്ട് കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ തിന്നില്ല. അപ്പം അതുകൊണ്ടത് മല്ലിപ്പൊടി അതേപോലെ തന്നെ കൂടുതൽ വേണ്ട. ഇനി അതൊന്ന് എണ്ണയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നിട്ടാണ് നന്നായിട്ട്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വെള്ളം വറ്റിച്ചെടുത്താൽ, ഇപ്പോൾ ആ ഒഴിച്ച വെള്ളം മസാലയിൽ തന്നെ നന്നായിട്ട് വറ്റി ആ എല്ലാം അതിൻ്റെ അകത്തിട്ട ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരു ബിരിയാണിയുടെ ഗ്രേവി പോലെ ആക്കിയെടുത്തേക്കുന്നത്. ഏകദേശമൊക്കെ മണവും ചുവയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി പുളിവെള്ളം, ആവശ്യത്തിനുള്ള പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് കുടപ്പുളിയാണ് കേട്ടോ. കുടപ്പുളിയിൽ ഇതൊരുക്ക് ഞാൻ ഞണ്ട് കറി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഒന്നും നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞണ്ട് ഇത്തിരി വേവ് കൂടുതൽ ഉള്ളതല്ല, ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇനി ഞണ്ട് ഇത്തിരി നേരത്തെ ഇടുന്നുണ്ട്, കാരണം ഇത് നല്ല വേവ് ഉണ്ടാകും. പക്ഷേ കാല് 2 കഷ്ണമൊന്നും ആക്കില്ല കേട്ടോ. കാരണം ഇവിടെ 2 പേരും കാലിന് ഓർഡർ ചെയ്തേക്കാണ്, ആങ്ങളും പെങ്ങളും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഞണ്ടിൻ്റെ കാല് രണ്ടാമത്തത് ഇട്ടേക്കാണ്. ഇനിയുള്ളത് ഇതേ ചെറിയ കാലുകളടക്കം മാംസം എടുത്ത് കട്ട് ചെയ്തെടുത്തേക്കാണ്. അതിൻ്റെ കളിയാക്കിയെന്ന് തോന്നിയിരിക്കുന്നുണ്ട. അതൊക്കെ കറിയിലിട്ടാൽ ഞാൻ നല്ല രസമായിരിക്കുന്നുണ്ട, നല്ല കട്ടിയുണ്ടാകും. അപ്പം ഞണ്ട് ഒക്കെ കറിയിലിട്ടിട്ടുണ്ട്. ഇനി ഏതായാലും കൈ പൊള്ളയാണ്, കുറേ നേരമായില്ലേ. പിന്നെ ഏതായാലും ചാറ് ഞണ്ട് മുങ്ങുന്നില്ല കേട്ടോ, ചാറുണ്ടാകും. ഏതായാലും ഒന്ന് അടച്ച് കത്തിക്കാം. അപ്പോൾ ഞണ്ട് കറിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. കുറച്ചല്ല, ഒരു ഇത്തിരി ഞണ്ടിൻ്റെ തൊണ്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ് ഇട്ടത്. ഇത് കറിയിലോട്ട് അങ്ങോട്ട് വന്ന് കഴിഞ്ഞാലാണ് ഞണ്ട് കറിയുടെ ഗുണം എന്താണെന്ന് അറിയത്തുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വേകട്ടെ. അടിപൊളി, സൂപ്പർ. ഇത്തിരി ചാറൊക്കെ ഇന്ന് ഇത്തിരി കൂടി ഒരു പകുതി ചാറ് വറ്റിയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശമൊക്കെ എൻ്റെ നല്ല കളറായി കിടക്കുകയാണ് വെന്തിട്ട്. അപ്പം ചാറൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരമുറി തേങ്ങയുടെ പകുതി എടുത്ത് അരച്ചതിൻ്റെ പാലാണ് ഈ ഒഴിക്കണത് കേട്ടോ. ഇതിനകത്തോട്ട് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചിറ്റിച്ചു കൊടുക്കണം. കൈ പൊള്ളേ ചൂടാം. അതെ, കറിയുടെ കളറൊക്കെ മാറി നല്ല അടിപൊളി കളറായി കിടക്കുകയാണ്. കറിവേപ്പിലേന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ.
അപ്പം തുറന്ന് നോക്കട്ടെ. അടിപൊളി കറി സൂപ്പറായി കേട്ടോ. അപ്പോൾ കറി ഏകദേശം പാകത്തിന് പറ്റിയിട്ടുണ്ട്. കാരണം കണ്ടമാനം പറ്റിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഞണ്ട് കറി വെക്കുമ്പോൾ നമ്മളെപ്പം പരമാവധി തുറന്ന് വെക്കരുത്, അടച്ച് തന്നെ വെക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ സത്തൊക്കെ ആവിയായിട്ട് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് പരമാവധി വെള്ളം കുറച്ച് കറി വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടാണ്. അപ്പോൾ ഒന്ന് ചുറ്റി കറി ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഞണ്ട് കറി അടിപൊളി തൊട്ടെടുത്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഞണ്ട് കറിയുടെ ഗുണം കണ്ട സാരി കണ്ട ഞണ്ട് കറി കാലൊക്കെ അതിൽ കിടക്കിയത്. ഇനി സൂപ്പറാണ്. അടിപൊളി നല്ല ചുവയുണ്ട്. ഞാനില്ല ഇത്ര നാളും ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു ചുവ ഉണ്ടായില്ല. സത്യം പറയാം, അടിപൊളി സൂപ്പർ ടേസ്റ്റ്. നല്ല മാംസം